തമിഴ്നാട്ടിലെ വിജയ എന്ന സൂപ്പർ സ്റ്റാർ, ജൂനിയർ ദളപതി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നു. തമിഴക വെട്രി കഴകം എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ് അത് ആരംഭിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം വലിയൊരു ചടങ്ങായിരുന്നു. അതിനുശേഷം വലിയ പരിപാടികളൊന്നും നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ വാർത്തകൾ വളരെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇഫ്താർ പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നു. ആ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഇഫ്താർ പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല. താൻ എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ് നമുക്ക് കാണാൻ കഴിയുക. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തോടുകൂടി അല്ല ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ പങ്കെടുക്കുന്നത് തൻ്റെ സഹപ്രവർത്തകരുടെയും മറ്റ് ഉപദേശകരുടെയും ഒക്കെ അഭിപ്രായം അനുസരിച്ചുമാകാം. അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം BJPയെയാണ് ഇന്ന് മുസ്ലിം സമൂഹം ശത്രുപക്ഷത്ത് കാണുന്നത്. BJP എതിർക്കുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനം തമിഴ്നാട്ടിലെ DMK ആണ്. BJP എതിർക്കുക മാത്രമല്ല, സനാതന ധർമ്മത്തെ തന്നെ മുച്ചൂടും ആക്ഷേപിക്കുന്ന പരിപാടികളാണ് അച്ഛനും മോനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വൈറസാണ്. അതിനെ പരിപൂർണമായും തുടച്ചു നീക്കണം എന്നാണ് ഉദയനിധി സ്റ്റാലിൻ്റെ അഭിപ്രായം. கொசு, டெங்கு காய்ச்சல், மலேரியா, கொரோனா இதையெல்லாம் நம்ம எதிர்க்கக்கூடாது, ஒழித்து கட்ட வேண்டும். அப்படிதான் இந்த സനാതനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തരത്തിൽ ഹൈന്ദവ ധർമ്മത്തെയും BJPയെയും ഒക്കെ എതിർക്കുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം കരുണാനിധിയുടെ മകനായ സ്റ്റാലിനോടൊപ്പമായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി ഈ നമ്മുടെ വിജയെ സ്വാധീനിച്ചിട്ടുണ്ടാകും. മറ്റൊന്നുകൂടി, ഇപ്പോൾ മഹാകുംഭമേളയൊക്കെ നടന്നു. അതിനുശേഷം ഒരു അത്ഭുതകരമായ അപാരമായ വിശാലമായ ഒരു ഹൈന്ദവ മുന്നേറ്റം ഭാരതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ ഇഫ്താർ പാർട്ടിയിലൊക്കെ പങ്കെടുക്കാൻ നടക്കുന്നത് വഴി തനിക്ക് കിട്ടേണ്ട ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയവും കൂടി അദ്ദേഹത്തിനെ അലട്ടിയിട്ടുണ്ടാകും എന്നാണ് ഈ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിജയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല തമിഴ്നാട്ടിലായാൽ പോലും ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് വിജയിച്ചു വരാൻ. ഒരുപക്ഷെ MG രാമേന്ദ്രനും ജയലളിതയും ഒക്കെ ആ രംഗത്ത് തിളങ്ങിയവരല്ലേ എന്ന് ചോദിച്ചേക്കാം. MG രാമേന്ദ്രൻ DMKയിലൂടെ വന്ന് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായി അദ്ദേഹം ആ DMKയുടെ ബേസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അണ്ണാ DMK എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തിളങ്ങിയത്. പിന്നെ ജയലളിത എന്ന് പറയുന്നത് MG രാമേന്ദ്രൻ്റെ സ്വന്തം ആള് എന്നുള്ള നിലയിൽ, കഴിവുള്ള ഒരു വലിയ ലേഡി എന്നുള്ള നിലയിൽ ആണ് ജയലളിതയ്ക്കും വിജയിക്കാൻ കഴിഞ്ഞത്. അല്ലാതെ സിനിമാ നടനായതുകൊണ്ട് മാത്രം വലിയ അംഗീകാരമൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ തന്നെ നമുക്കറിയാം, ശിവാജി ഗണേശൻ എന്ന് പറയുന്ന ഒരു മഹാനടനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അതായത് 1988 ഫെബ്രുവരി 10-ാം തീയതി അദ്ദേഹം രൂപം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് തമിഴക മുന്നേറ്റ മുന്നണി. അത് 1989 ഡിസംബറിൽ തന്നെ അതില്ലാതാവുകയും ചെയ്തു. ഈ ശിവാജി ഗണേശൻ പോലും അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ വളരെ തുച്ഛമായ വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രസ്ഥാനവും പ്രവർത്തനവും ഒന്നും വലുതായിട്ട് ക്ലച്ച് പിടിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. പിന്നെ അദ്ദേഹം ഏതെങ്കിലും മുന്നണിയോടൊപ്പമൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്പം ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുക വഴി, അതും സുമനസാലെ അല്ല എന്നുള്ളൊരു ഭാവത്തോടു കൂടി പങ്കെടുക്കുക വഴി അവിടുത്തെ വോട്ടും പോയി ഇവിടുത്തെ വോട്ടും പോയി എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. കിഴക്കുന്നത് വന്നതുമില്ല, ഒറ്റാലിൽ കിടന്നതുമില്ലാത്ത സ്ഥിതിയായി തീരുമോ നമ്മുടെ വിജയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്നൊരാശങ്കയാണ് എനിക്കുള്ളത്.